ഹായ് ഓൾ, ഇന്ന് ഞാൻ ഒരു ഹെൽത്ത് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പൊടിയുപ്പാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ കല്ലുപ്പിലേക്ക് തിരിച്ചു പോകണം. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 3-4 വർഷമായിട്ട് ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട്, ഈ കല്ലുപ്പ് എങ്ങനെയാണ് ഇപ്പോൾ പൊടിയുപ്പാക്കാൻ? ഞാനിത് മിക്സിയിൽ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ പൗഡർ പൊടിയുപ്പുണ്ടല്ലോ, 60-ൽ പരം കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് അത് പൗഡർ അങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ PCOD ഉള്ള കുട്ടികളും അതേപോലെ തൈറോയ്ഡ് രോഗികളും നമ്മുടെ നാട്ടിൽ കൂടിയിരിക്കുന്നത് ഈ അയഡിൻ കൂടുതൽ അടങ്ങിയ ഉപ്പ് ഉപയോഗിച്ചിട്ടാണെന്നാണ്. അപ്പോൾ ഈ കല്ലുപ്പിൽ നമ്മളെ നാച്ചുറൽ അയഡിനാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കല്ലുപ്പിലേക്ക് തിരിച്ചു പോകൽ അത്യാവശ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ UAE ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കാണാം. ഇവിടെ ഞങ്ങൾ താഴെ മില്ലിന്ന് കിട്ടിയ, ഞങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റിന് താഴെ മില്ലുണ്ട്. അപ്പോൾ അവിടെ UAE-ലൊക്കെ എല്ലാ ഭാഗത്തും മില്ലുകളുണ്ടാവും. അതിൽ നിന്ന് കിട്ടിയ ഇന്ത്യൻ്റെ ഒരു ചക്ര എന്ന് പറയുന്ന കല്ലുപ്പാണ്. ഇത് ശരിക്കും വലിയ വലിയ ക്രിസ്റ്റൽസ് തന്നെയാണുള്ളത്. ഇത് ഞാൻ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള ഉപ്പാണെങ്കിൽ പൊടിച്ചാൽ ഒന്നും ആവില്ല കേട്ടോ. ഈ ഉപ്പുണ്ടല്ലോ, ഇത് കുറേശ്ശെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. രണ്ടും ഉപയോഗിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇതാ ഞാൻ ആ പാക്കറ്റ് ഫുള്ള് ഉപ്പും പൊടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? നല്ല പൗഡറായി. മറ്റേ പൊടി പോലെ ഉപ്പ് പൊടി പോലെ അങ്ങോട്ട് പൗഡർ ആവില്ല, പക്ഷെ എന്നാലും നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും എന്തിലായാലും ഞാൻ ഈ ഉപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതൊരു പാത്രത്തിൽ ഈ കുപ്പിയിലേക്ക് മാറ്റാം. പക്ഷേ കുപ്പിയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും നിങ്ങൾ ഉപ്പ് സൂക്ഷിക്കരുത്. പിന്നെ അതിലിടുന്ന കയ്യിലും സ്റ്റീലും ഒന്നും ഇടരുത്. ഇതുപോലെ ഒരു വുഡൻ സ്പൂണ് ഇതിലിട്ടാൽ മതി. താങ്ക് യു ഓൾ.